ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതൊരു ഡിസംബർ മാസമാണല്ലോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ, കേക്ക്സ്, ആ ഒരു തണുത്ത ഒരു ക്ലൈമറ്റ്, ജിംഗിൾ ബെൽസ്, ഇതൊക്കെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഹിന്ദുവാണ്. ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ ക്രിസ്മസും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് സമയത്തൊക്കെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടാറുണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഗിഫ്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്നിട്ട് ഒരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഈ ക്രിസ്മസ് ആവുന്ന സമയത്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. സോ അത് കാണാൻ പോകാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതിപ്പം സ്കൂൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ കൂടെ ആണെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ക്രിസ്മസ് സമയമാണെങ്കിൽ പുൽക്കൂട് കാണാൻ പോകുന്നത് മിസ് ചെയ്യാറില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെ എന്തിനാണ് ഞാനിവിടെ വന്ന് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പള്ളിയിലെ അച്ഛൻ്റെ വോയിസ് ക്ലിപ്സ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും ക്രിസ്മസ് കേക്ക് വാങ്ങി കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഒരിക്കലും മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക്സ് കഴിക്കാറില്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്ന കേക്ക് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്നും അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് തിരിച്ചു വരാം. എന്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഒരു നില സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവിടെ ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പൊ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അവർ പറഞ്ഞത് മുസ്ലിംസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ ഞാനത് പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടും. മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക്സ് ഒക്കെ തുപ്പിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു അച്ഛൻ പറയുന്നത്. അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾ തുപ്പിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്? ഞാൻ കണ്ടിട്ടുള്ള പള്ളിയിലച്ചന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റു മതത്തെ സ്നേഹിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പള്ളിയിലച്ഛനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടവകയിൽ എല്ലാവരും ചേർന്ന് ഈ അച്ഛനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന പള്ളിയിലച്ഛനാണെങ്കിലും കപ്പ്യാരാണെങ്കിലും അവിടെ ഈ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇടവകയിൽ അദ്ദേഹത്തിന് വെച്ച് പൊറപ്പിക്കരുത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമാണ്. എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും സ്നേഹിക്കാനാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സന്ദേശം ആര് മറന്നാലും ഈ പള്ളിയിലച്ഛൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അച്ഛനാണ് പറയുന്നത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങിക്കരുതെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള മതവിശ്വാസികൾ ഒത്തുചേരുന്ന ഒരിടമാണ്. അവിടെ പരസ്പരം പിന്തുണച്ചാൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഒരു കേക്കിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അച്ഛൻ പറയുന്നത് പോലെ കേക്ക് വിൽക്കുന്ന ആളുടെ മതം അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ അത് വിൽക്കുന്ന ആളുടെ മതത്തിലല്ല നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ അച്ഛനെ പോലെയുള്ള മതപണ്ഡിതന്മാരാണ് സമൂഹത്തിലെ ഐക്യവും മതസൗഹാർദ്ദവും ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പ്രളയവും കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ആരും പരസ്പരം അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തില് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രത്തില് തീ പിടിച്ച സമയത്ത് 2 മുസ്ലിം സഹോദരങ്ങളാണ് ആ തീ അണക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ആ ന്യൂസ് നമ്മൾ എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളതും ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതുമാണ്. ആ സമയത്ത് ആരും തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ തീ അണക്കാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത്. വയനാട് ദുരന്തത്തിലും വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മൾ പള്ളിയിലും ക്ഷേത്രത്തിലൊക്കെയാണ് അഭയം
കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊന്നും ആരും തന്നെ നിങ്ങൾ ഏത് മതസ്ഥരാണ് എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ബ്ലഡ് ആവശ്യമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ സെയിം മതത്തിലുള്ള ആളുകളുടെ ബ്ലഡ് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, അല്ലല്ലോ. ആ സമയത്ത് നമ്മൾ മനുഷ്യരായിട്ട് മാത്രമേ കാണുള്ളൂ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ആരുടെ ബ്ലഡ് ആണോ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പള്ളിയിലച്ഛൻ്റേത് തന്നെയാണെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ അദ്ദേഹത്തിന്റെ പേരും ഇടവകയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടവകയിലെ അച്ഛൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വോയിസ് അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. മേ ബി അദ്ദേഹത്തോട് വിദ്വേഷമുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തതും ആവാം. ഇപ്പം പള്ളിയിലച്ഛൻ തന്നെ പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിന് വിദ്വേഷമുള്ള ആളുകൾ പറഞ്ഞതാണെങ്കിലും ആ ഒരു വ്യക്തി ഈ സൊസൈറ്റിക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താനാണ് എന്തായാലും ഇത് പറഞ്ഞിട്ടുള്ള ആൾ ശ്രമിക്കുന്നത്. സോ ഇത് ആരാണോ ചെയ്തിട്ടുള്ളത് അവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത് മധുരമാണ്. അത് ആരുടെ കൈവഴി വന്നാലും അതിന്റെ ആത്മാവെന്ന് പറയുന്നത് സ്നേഹവും പങ്കിടലുമാണ്. മതഭേദമില്ലാതെ ജീവിക്കുക, സ്നേഹം പങ്കിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.